ജീവിതത്തിൽ നമ്മൾ ഈ 4 തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരും. ഒന്നാമത്തെ കാറ്റഗറിയാണ് പെബിൾസ്. നമ്മളെ ഒരു ശുദ്ധജലമായിട്ട് കരുതുക. ഈ വെള്ളത്തിലേക്ക് കുറച്ച് പെബിൾസ് വാരിയിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതുപോലെ നിരവധി പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നമ്മുടെ ലൈഫിൽ വന്നാലും പോയാലും അതൊരു മാറ്റവും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കില്ല. രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്ലേ. ഒരു കഷ്ണം കളിമണ്ണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വീണാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ വെള്ളത്തിൻ്റെ രുചി മാറും, അതിൻ്റെ ഗന്ധം മാറും, അതിൻ്റെ നിറം മാറും. ഇതുപോലെ ഒരു പറ്റം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവർ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മളെ തന്നെ നശിപ്പിച്ചു കളയും. നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വാരി വിതറും. ഇവർ എനർജി സക്കേഴ്സാണ്, ഊർജം തിനികളാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്പഞ്ച് അല്ലെങ്കിൽ സ്പോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്പോഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? അത് തന്നിലേക്ക് എല്ലാം വലിച്ചെടുക്കും. ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മുടെ സന്തോഷം, ഉത്സാഹം, പോസിറ്റിവിറ്റി എല്ലാം അവർ വലിച്ചെടുക്കും. നമ്മുടെ ലൈഫിലുള്ള എല്ലാം അവർ കൊണ്ടുപോകും. പക്ഷേ ഇവരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ. നാലാമത്തെ കാറ്റഗറിയാണ് ഷുഗർ. ഷുഗറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ആ വെള്ളത്തിനും മധുരം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ. ഇവർ നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ അവർ ഓൾറെഡി സ്വീറ്റാണ്, നമ്മളെ അവർ സ്വീറ്റാക്കും. ഇവർ നല്ല ക്യാരക്ടേഴ്സ് ആയിരിക്കും, നല്ല അറിവുള്ളവരായിരിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ 4 കാറ്റഗറിയിൽ നമ്മൾ എവിടെയായിരിക്കും ഉണ്ടാവും? നമ്മൾ പെബിൾസ് ആണോ, ക്ലേ ആണോ, സ്പഞ്ചാണോ, അതോ ഷുഗറാണോ? എന്തും ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യം ഷുഗറായി മാറുക എന്നുള്ളതായിരിക്കണം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.